ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ISO 14001 കുറിച്ചാണ്. അതായത് ഇതൊക്കെ ഓരോ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മുടെ എമർജൻസി പ്ലാൻസ് പ്രിപ്പയർഡ്നെസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് ISO 14001. പിന്നെ കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ISO 10001 ആണ്. അപ്പം ഞാൻ പറഞ്ഞു എമർജൻസി പ്ലാൻസ് ആൻഡ് പ്രിപ്പയർഡ്നെസ് ഇൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ആദ്യത്തേതാണ് IS 14001. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ എമർജൻസി പ്ലാൻസിനെ കുറിച്ച് എങ്ങനെയായിരിക്കണം എമർജൻസി പ്ലാൻസ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഇവർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ആൻ എഫക്റ്റീവ് എമർജൻസി preparedness and response program should include provision for assessing the potential for accidents and emergencies, preventing incidents and their associated environmental impacts, plan or procedure for responding to incidents, and periodic testing and of emergency plan or procedures and mitigating impacts associated with incidents. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കണം. ആദ്യം എന്താണ്, നമ്മൾ എമർജൻസിൻ്റെയും ആക്സിഡൻസിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ അസസ് ചെയ്യണം. ദെൻ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, ഇൻസിഡൻറ്റിൻ്റെ കോസസ് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കണം. ദെൻ ഇനിയിപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയർ ഫോർ റെസ്പോണ്ടിങ് ഇൻസിഡൻറ്റിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസും പ്രൊസീജിയേഴ്സും ഉണ്ടാക്കണം. ദെൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാൻസിനെ എന്ത് ചെയ്യണം, പീരിയോഡിക്കായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ലോസിലും പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം IS 14001 ക്ലോസ് 4.7.7 എമർജൻസി പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് വരുന്നത്. ഈ ക്ലോസ് മറക്കരുത്, ക്ലോസ് 4.7.7. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് റിക്വയർസ് 3 കോമ്പണൻസ്. ആദ്യം തന്നെ ഇവരൊരു 3 കോമ്പണൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ബി അഡ്രസ്ഡ് ബൈ ഓർഗനൈസേഷൻ. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോമ്പണൻറ്റ് പറഞ്ഞത് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ പ്രൊസീജിയേഴ്സ് ടു ഐഡൻറ്റിഫൈ the potential and the response to accidents and emergency situation in order to prevent and mitigate the environmental impact that may be associated with them. Okay, ആദ്യം എന്താണ്, എസ്റ്റാബ്ലിഷ്, ദെൻ മെയിൻറ്റെയിൻ പ്രൊസീജിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ആൻഡ് റെസ്പോൺസ് ടു ആക്സിഡൻസിൻ്റെ പൊട്ടൻഷ്യലും ദെൻ അതിൻ്റെ റെസ്പോൺസും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തുടങ്ങിയപ്പോൾ മുതലേ പറയാൻ തുടങ്ങിയതാണ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ വരുന്നതെന്ന് നോക്കാം. Establish and maintenance procedures. An organization is well advised to draw up an emergency plan and to consider different level of disaster including the worst case scenarios. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മളെ എമർജൻസി പ്ലാനൊക്കെ ഈ സ്റ്റേജിലാണ് ഉണ്ടാക്കുക. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊന്ന് അസസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കും. ഓൺ സൈറ്റ് പ്ലാനും ഉണ്ടായിരുന്നു, ഓഫ് സൈറ്റ് എമർജൻസി പ്ലാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈ റൂളിലും ഇവർ പറയുന്നത്, ഈ സ്റ്റാൻഡേർഡിലും പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്, ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ അസറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഡിഫൈനിങ് ദ ഡിസാസ്റ്റർ ടീം ആൻഡ് ഡിസ്ക്രൈബിങ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ഡിസാസ്റ്റർ ടീമിനെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അവർക്ക് എല്ലാവർക്കും അസസ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സെക്ഷനായിട്ട് ഓരോ ലെവലിൽ കുറേ എമർജൻസി ടീംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫോർമേഷനാണ് സെക്കൻഡായിട്ട് ചെയ്യുന്നത്. ദെൻ എമർജൻസി സർവീസസ്, അതായത് എമർജൻസി സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ അവൈലബിൾ ആണോ, അവരെ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. ദെൻ അടുത്തത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിനെ നമ്മൾ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാമെന്നാണ് ഇതിൽ പറയേണ്ടത്. ദെൻ ലിസ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൈമിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ, അതായത് മീഡിയാസൊക്കെ ആയിട്ട് നമ്മൾ ന്യൂസൊക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ നമ്മൾ ലിസ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് അതിലാണ് വരുന്നത്. ഹോൾഡിംഗ് റെഗുലർ എക്സസൈസ്, ദെൻ സെറ്റിംഗ് അപ്പ് മീഡിയ റെസ്പോൺസ് ടീം. ദെൻ മീഡിയ റെസ്പോൺസ് ടീമിനെ സെറ്റിംഗ് അപ്പ് ചെയ്യാൻ തന്നെ
എന്താ ഒരു സ്റ്റെപ്പായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് റിവ്യൂ ആൻഡ് റിവൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ഫ്രം ഇൻസിഡൻസ് ആണ്. ദെൻ ഒബ്വിയസ്ലി കറക്റ്റീവ് ആക്ഷൻ വിൽ ബി ടേക്കൺ ആൻഡ് റിസൾട്ട് ഓഫ് ഓഡിറ്റ് വിൽ ബി കൺസിഡർ ആഫ്റ്റർ ദ ഒക്യുറൻസ് ഓഫ് ആക്സിഡൻറ്റ്സ് ഓർ എമർജൻസീസ്. അതായത് ഇപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ റിവ്യൂ ആൻഡ് റിവൈസ്, ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. Then അതിൽ റിവ്യൂ ആൻഡ് റിവൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ഫ്രം ഇൻസിഡൻസ്. ഇൻ ദ കേസ് ഓഫ് നിയർ misses it is important that such potential incidents are recorded and reviewed and not hidden away and not forgot. അപ്പം നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ചേർക്കണം. Then such incident indicate area of risk which other occasions may turn into environmental accidents. അപ്പോൾ ഇതിലാണ് റിവ്യൂ ആൻഡ് റിവൈസ് വരുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് എമർജൻസി പ്ലാൻസ് ഷുഡ് ബി പ്ലാൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പീരിയോഡിക് ടെസ്റ്റിംഗ് ഓഫ് സച്ച് procedures should be carried out where practicable. അപ്പോൾ അടുത്തത് എന്താണ്, ടെസ്റ്റിംഗ് ഓഫ് എമർജൻസി പ്ലാൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മളെല്ലാ പ്ലാൻ ഉണ്ടാക്കി വെച്ചു, റിവ്യൂ ചെയ്തു, അതിനെ റിവൈസ് ചെയ്തു, റിവ്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ, നമ്മളിത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പം അതിന് നമുക്ക് ഇപ്പം നമ്മൾ മോക്ക് ഡ്രില്ലൊക്കെ നമ്മൾ ഒരു 6 months കൂടുമ്പോൾ നടത്തണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതന്നെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പീരിയോഡിക് ടെസ്റ്റിംഗ് വേണം. സച്ച് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് വെർ പ്രാക്ടിക്കബിൾ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് ടെസ്റ്റിംഗ് ആൻഡ് എമർജൻസിയാണ്. ദെൻ ഈ ടെസ്റ്റിംഗ് ഓഫ് എമർജൻസി പ്ലാൻസിൽ വരുന്നത് ദർ മേ ബി സിറ്റുവേഷൻസ് വെർ full scale testing is not practicable and thus consideration should be given to desktop exercise that can be played out. Examples of such testing include, അപ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലായി ചെയ്തു നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യണം. ആ ഡിസ്കഷനിൽ നമുക്ക് എന്ത് വേണം, കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് പറയുന്നത്. ഏതാ തേർഡ് സ്റ്റെപ്പ് ടെസ്റ്റിംഗ് ഓഫ് എമർജൻസി പ്ലാൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ്, കുറേ ക്വസ്റ്റ്യൻസ് വരാം. എന്താ, ക്യാൻ കീ ഇൻഡിവിജ്വൽസ് ബി കോണ്ടാക്റ്റഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഹവർ സിറ്റുവേഷൻ. Then in staffs are injured, can relatives be contacted? Are any key to certain areas available out of hours? Then are vacations or absence due to sickness covered by alternative personnels? Then can emergency service access the site day or night? And if there is ice on the road during winter, would this prevent heavy vehicle access, firefighting equipment for example? അതായത് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള കേസല്ല. അതായത് വേൾഡ് മൊത്തം നോക്കുകയാണെങ്കിൽ വിൻഡി ഏരിയാസിൽ റോഡൊക്കെ ഐസ് കവർ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ളതാണ്. ഡു ദ ഓർഗനൈസേഷൻസ് ഫയർ ഹൈഡ്രൻറ്റ് ഫങ്ഷൻസ് ആർ കറക്റ്റ്ലി, അതായത് ഫയർ ഹൈഡ്രൻറ്റ് ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ? ആൻഡ് ഓർ ദേ മെയിൻറ്റെയിൻഡ് ആൻഡ് ടെസ്റ്റഡ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ടെസ്റ്റ് ചെയ്ത് ആൻഡ് ടെസ്റ്റഡ്. And does the fitment on hydrant fit the fire service hoses? Then toxic gases may be released during fire. If so, what are these gases? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ ദിസ് ഗ്യാസസ്, ഏതൊക്കെയാണ് ഗ്യാസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻ വിച്ച് ഡയറക്ഷൻ ഇറ്റ് പ്രിവെയിലിംഗ് വിൻഡ്. നമ്മളിപ്പം പ്ലാന്റ് നിൽക്കുന്ന സൈറ്റിൻ്റെ വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് കണ്ടുപിടിക്കണം. ആ വിൻഡ് ഡയറക്ഷനിലായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ലീക്കേജൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലോട്ടായിരിക്കും മോറായിട്ട് ഗ്യാസസ് സ്പ്രെഡ് ആവുന്നുണ്ടാവുക. വാട്ട് ഈസ് ലൈക്ലി ദ ഏരിയ ദാറ്റ് will need to be evacuated for safety as well as environmental reasons. Then what information will be given to local police such event? അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് പോലീസിന് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡെസ്ക്ടോപ്പ് ഡിസ്കഷൻ്റെ അകത്ത് പറയും.
ദെൻ അപ്പോൾ ഇപ്പം നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? ഇവിടെ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഈ റൂൾ ഈ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആക്സിഡൻസ് ആണ്. പൊട്ടൻഷ്യൽ ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ചെയ്യുക ആക്സിഡൻസിനെ. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് കണ്ടുപിടിക്കുക, പ്രിവെൻഷൻ മെഷേഴ്സ് കണ്ടുപിടിക്കുക. ദെൻ സ്റ്റെപ്പ് 3 എമർജൻസി പ്ലാനാണ്. എമർജൻസി പ്ലാൻ ഉണ്ടാക്കുക, അതായത് പ്രിവെൻഷൻ മെഷേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക. ദെൻ സ്റ്റെപ്പ് 4 ട്രെയിനിങ് ഡ്രിൽസാണ് വരുന്നത്. ട്രെയിനിങ് ഡ്രിൽസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഈ ട്രെയിനിങ് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുമ്പം സ്റ്റെപ്പ് 5 വരുന്നത് ഇവാലുവേഷൻ ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്സ്. നമ്മൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഇതിൽ വരുത്തേണ്ടതെന്നുള്ളതൊക്കെ സ്റ്റെപ്പ് 5ൻ്റെ അകത്താണ് നോക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ തന്നെ നമ്മൾ നേരെ സ്റ്റെപ്പ് 2 പോകും. പ്രിവെൻറ്റീവ് മെഷേഴ്സ് കണ്ടുപിടിച്ചില്ലേ, അവിടെ വെച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കും. എന്നിട്ട് ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ വീണ്ടും റിവൈസ് ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ISO 14001 വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലും നമുക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ്സും അതിൽ പറയുന്ന പോയിൻറ്റ്സും ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.